പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ വാർത്താ ദിനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വീണ്ടും ഒരു പ്രകോപന പ്രസംഗം നടത്തി നമ്മുടെ CPM നേതാവ് എം മണി. അടിച്ചാൽ തിരിച്ചടിക്കണം, എങ്കിലേ പ്രസ്ഥാനം നിലനിൽക്കൂ, പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങളെ കൂടെ നിർത്തണമെന്നും എം മണി പറഞ്ഞു. ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലായി ആയിരുന്നു ആ പ്രസംഗം. ഒന്ന് കേട്ടുവരാം. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയുക. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, കല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, 1, 2, 3 പ്രസംഗത്തിനു ശേഷം വീണ്ടും വിവാദമായിരിക്കുകയാണല്ലോ മണിയാശാന്റെ പ്രസംഗം. എന്താ സംഭവിച്ചത് മണിയാശാന്? ഏരിയ സമ്മേളനത്തിലായിരുന്നെങ്കിലും ആ പ്രസംഗം ഷൂട്ട് ചെയ്തു, പുറത്തിപ്പോൾ വൈറലായിട്ടുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കണം എന്നാണ് എം മണി പറയുന്നത്. KPCC പ്രസിഡന്റും ഇതേ ഭാഷയിൽ തന്നെയാണ് നേരത്തെ സംസാരിച്ചത്. എങ്കിലും എന്താണ് പാർട്ടി പ്രവർത്തകരൊക്കെ പറയുന്നത് സന്ദീപ് രാജാക്കാട്? ഡോക്ടർ അരുൺകുമാർ ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പാർട്ടി കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു വരുന്നതിനും പാർട്ടിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിച്ചു വരുന്നതിനിടയിൽ മണിയാശാന്റെ ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. ആശാൻ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കണം, അങ്ങനെ തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഇത്തരം ആക്രമിക്കപ്പെടുമ്പോൾ തിരിച്ചാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അടിച്ചാൽ തിരിച്ചടിച്ചില്ല എങ്കിൽ ഇവരെ ഒന്നും കൂടെ നിർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. അങ്ങനെ താനൊക്കെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടുള്ള ആളാണ് എന്ന് തന്നെയാണ് മണിയാശാൻ ആ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഒപ്പം തന്നെ ഇത്തരം നടപടികൾ അടിച്ചാൽ തിരിച്ചടിക്കാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിൽ ആള് നിൽക്കില്ല, ഇല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത പാർട്ടിയാണിതെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അടിക്കിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കണം, ഒപ്പം തന്നെ അത് ശരിയാണ് എന്ന് പൊതുജനങ്ങളെ കൊണ്ട് പറയിക്കണം എന്നുള്ളതാണ് മണിയാശാൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങളെ ഒപ്പം നിർത്തിയുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങണം എന്നുമാണ് ഇന്നത്തെ പ്രസംഗത്തിൽ മണിയാശാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഒരു പൊതുയോഗമായിരുന്നില്ല, പക്ഷേ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നുവെങ്കിൽ പോലും ഉദ്ഘാടന സമ്മേളനമൊക്കെ കവർ ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളെയും അനുവദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നത്. മുമ്പും ഏറ്റവും ഒടുവിൽ പെമ്പിള ഉരുമ സമരവുമൊക്കെയായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതെല്ലാം വിവാദ പരാമർശങ്ങളായി മാറിയിരുന്നു. ഏറ്റവും ആദ്യത്തേത് മണിയാശാനെ വലിയ പ്രതിസന്ധിയിലേക്ക്, ജയിൽവാസത്തിലേക്ക് വരെ തള്ളിവിട്ടതും ഇത്തരത്തിൽ ഒരു പ്രസംഗം തന്നെയായിരുന്നു. ആ ഒരു തുടർച്ച ഇപ്പോഴും തുടരുന്നു. പക്ഷേ അടുത്ത കാലത്തായി വളരെ നിയന്ത്രണത്തോടെ, ഇല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം വാക്കുകൾ പ്രയോഗിച്ചിരുന്ന ഒരാൾ കൂടിയാണ് എം മണി. രാഷ്ട്രീയ അവസ്ഥ ഇല്ലതാനും അല്ലേ സന്ദീപ്? ഇപ്പോൾ ഇല്ല, ഇടുക്കി എപ്പോഴും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്പരം കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്യുന്ന ആ നാടൻ ശൈലികൾ ഇപ്പോഴും തുടരുന്ന ഒരു നാടാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒരു നാടൻ പ്രയോഗമായിരിക്കാം എന്നൊരു പക്ഷേ ന്യായീകരണമൊക്കെ വന്നേക്കാം. ശാന്തൻപാറയിൽ ശാന്തമായി ജീവിക്കുന്ന ഇടുക്കി രാഷ്ട്രീയത്തിൽ വീണ്ടും എം മണി ആശാന്റെ ഒരു പ്രസംഗമാണ്. അടിച്ചാൽ തിരിച്ചടിക്കണം എന്നാണ് എം മണി പറഞ്ഞിരിക്കുന്നത്. അടിയും തിരിച്ചടിയും ഒക്കെ ആകുമ്പോൾ സംഘർഷഭരിതമായാൽ എങ്ങനെ നാട്ടിൽ മനുഷ്യൻ ജീവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ എല്ലാ പാർട്ടിക്കാരും ഇതേ പ്രയോഗങ്ങൾ ഇത്തരം സമ്മേളനങ്ങളിൽ പ്രതിനിധികളെ ആവേശപ്പെടുത്താൻ പറയുന്നുണ്ട്. എം മണി ആശാന്റെ ഒരു ശൈലി പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ആ ശൈലിയിൽ പറഞ്ഞു പോയതാവാം. അതല്ലാതെ ആരെയെങ്കിലും പോയി അടിക്കണം എന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ. എന്തായാലും ആ പ്രസംഗം വൈറലും വിവാദവുമായിരിക്കുകയാണ്.